ധ്യാൻ ശ്രീനിവാസൻ 2.0 അല്ല, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ ഒരു പടത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത് അമീൻ ആൻഡ് ടീമിൻ്റെ ഒരു പടമാണെന്നുള്ളതാണ്. ധ്യാൻ ശ്രീനിവാസ് ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഒഫീഷ്യൽ ട്രെയിലർ കാണാം. പ്ലച്ചിക്ക എന്ന് പറയുന്ന ഒരു ഇമാജിനറി വേൾഡിൽ നടക്കുന്ന കഥയാണ്. പക്ഷേ അവിടെ സീരിയൽ കില്ലിങ് നടക്കാറുണ്ട്. ഇത് ബഗീമാൻ. തലവരെ മാറുന്ന സിനിമയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാണാം. നമ്മുടെ നിബ്രാസ് അല്ലേ ഇത്? ആമേ സോഫിയ പൂ, സിജു വിൽസൺ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇന്ദ്രൻ. മെയ് 23. ഓക്കെ, വരുന്ന അടുത്ത് തന്നെയാണല്ലോ. ഈ ഒരു പടത്തിന് ഓഫ് കോഴ്സ് ഇതൊരു ധ്യാൻ 2.0 എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ധ്യാൻ്റെ വരുന്ന പടങ്ങളുടെ ഒരു സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ബട്ട് ഈ ഒരു സിനിമ അങ്ങനെ ആകാതിരിക്കട്ടെ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുകയാണ്. ബട്ട് നമ്മൾ കണ്ടിട്ടുള്ള മീൻസ് ധ്യാൻ്റെ ഒരു രീതിയിലുള്ള റീസെൻ്റ്ലി വന്ന സിനിമകളൊക്കെ പോലെ തന്നെയാണ്. മീൻസ് ഒരു 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 നമ്മൾ കാണുന്നത് അങ്ങനെ പോലെ തോന്നും. അത് ധ്യാൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം കാര്യം തന്നെയാണ്, ചെറിയൊരു കുറി ഉണ്ടെന്ന് മാത്രമല്ല വ്യത്യാസം. ലുക്ക് വൈസ് അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയത്. പക്ഷേ ഈ കഥ എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഇൻ ദ സെൻസ് നമ്മൾ സീരിയൽ കില്ലിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്, ത്രില്ലർ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു 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 ഗ്രാമത്തിൽ നടക്കുന്ന, ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന രീതിയിൽ അങ്ങനെ അധികം വന്നിട്ട് ഒരു ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ്. പിന്നെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഓരോ ക്യാരക്ടേഴ്സിനെ അവർ ബിൽഡ് ചെയ്ത് ഇനിയും വരാൻ പോകുന്ന സിനിമകളിലൊക്കെ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകാം ഈ ഒരു സിനിമ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവരുടെ നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ. അതൊരു ഇതുപോലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സൂപ്പർ ഹീറോ സിനിമയാണ്. സൂപ്പർ ഹീറോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു രീതിയിലേക്ക് മാറ്റി ചിന്തിച്ചപ്പോഴാണ് നമുക്ക് നല്ലൊരു സിനിമ കിട്ടിയാണ്. ഈ ഒരു പടവും ഇൻവെസ്റ്റിഗേഷൻ ഒരു എന്താ പറയുക, ഒരു ഷെർലക് ഹോംസ് ടൈപ്സിൽ അങ്ങനത്തെ ഒരു ടൈപ്പിലൊരു പടമായിരിക്കും ഞാൻ വിശ്വസിക്കുന്ന. കാര്യം ഒരു ഗ്രാമത്തിൽ ഒരു സീരിയൽ കില്ലിങ് നടക്കുന്നു, അവിടെ തന്നെ ഉള്ളൊരു ഡിറ്റക്റ്റീവ് അന്വേഷിക്കുന്നു, അതോടൊപ്പം സർക്കാരിൻ്റെ ഒരു ടീമും അന്വേഷിക്കുന്നു. ഇത് രണ്ടും കൂടെ ഏത് പോയിന്റിലാണ് ഇതാകുന്നത്, ആരാണ് വില്ലൻ, ആ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ അതൊരു ഇങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സെറ്റപ്പിൽ നടക്കുന്നത് കൊണ്ടൊരു ഫ്രഷ്നസ് ഈ സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ഞാൻ ഈ ഒരു പടത്തിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് ഇതിനകത്ത് അമീൻ ആൻഡ് ടീം. എനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ അവരുടെ കണ്ടൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിക്കോട്ടെ അവരുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടൻറ്റ് വൈസ് ആയിക്കോട്ടെ, മേക്കിംഗ് വൈസ് ആയിക്കോട്ടെ, അവരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഒരു ഭയങ്കര അവർ നല്ല എഫേർട്ട് ഇടുന്നത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ അവരുടെ ഒരു ബിഗ് സ്ക്രീൻ എൻട്രിയാണ് ഈ ഒരു സിനിമ. അമീൻ്റെ തന്നെ ഇവരുടെ വരാൻ പോകുന്ന സിനിമകളിലൊക്കെ ഒരു ഭാഗമായിരിക്കും, ഇവരുടെ ഈ ഒരു ക്യാരക്ടേഴ്സ് ചിലപ്പം ഭാഗമായിരിക്കാം. സോ അവർക്കൊരു നല്ലൊരു എൻട്രി ആയിട്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടേഴ്സ് ആക്ച്വലി 2 പേരാണ്, രാഹുൽ ആൻഡ് ഇന്ദ്രനീൽ. ഇവർ 2 പേരുമാണ്, അവരുടെയും ഡെബ്യൂ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനത്തെ ഒരു
അങ്ങനെ അവർ പുതിയ മുഖങ്ങളാണെന്നും പറഞ്ഞുള്ളൊരു സാധനമൊന്നുമില്ല. ബട്ട് വിഷ്വൽ ക്വാളിറ്റി ആൻഡ് എഡിറ്റിംഗ് ട്രെയിലർ ഇച്ചിരി സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. ബട്ട് അങ്ങനെ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കങ്ങനെ പറഞ്ഞു തരാത്ത രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇവർ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഓൾമോസ്റ്റ് ഒരു പ്ലോട്ടിങ്ങിനാണ്. 2 ടീം, ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് ടീം, പിന്നെ സിജു വിൽസൺ അവരുടെ 2 പേരുടെ ടീം. അത് ഒരു പാരലി അന്വേഷിക്കുന്ന ഒരു കഥ പോലെയാണ്. പിന്നെ ഇതിൻ്റെ ആരാണ് മെയിൻ വില്ലൻ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെ ആയിരിക്കും. അത് ഇതാരാണിത് ചെയ്തത്, ഇതിനകത്ത് ബാക്കിയുള്ള മറ്റേ ഈ പറയുന്ന പോലെ നമ്മുടെ മിന്നൽ മുരളിയുടെ ആ ഒരു മാസ്ക് അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ പല സംശയങ്ങളുമുണ്ട്. ബട്ട് ഇനിയും വരാൻ പോകുന്ന സിനിമകളാണ് ഈ ഒരു യൂണിവേഴ്സിൽ വരുന്നതെന്നാണ് പറഞ്ഞത്. അല്ലാതെ മിന്നൽ മുരളിയുടെ ക്യാരക്ടേഴ്സൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് അവിടെ ഇവിടെയൊക്കെ വരാം. പക്ഷേ അതല്ലാതെ മിന്നൽ മുരളിയൊന്നും വരാനുള്ള ഒരു ചാൻസും ഇല്ല. ഈ ഒരു ട്രെയിലർ ഭയങ്കര പ്രോമിസിങ് ആണ്. ഞാൻ ആക്ച്വലി ഇവരുടെ പെർഫോമൻസുകളെയാണ് ഞാൻ ധ്യാൻ 2.0 എന്നൊരു മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു ധ്യാനിനെയും പിന്നെ മൈ ഫേവറേറ്റ് അമീന ടീം അവരുടെ ബിഗ് സ്ക്രീൻ എൻട്രി തകർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല പ്രോമിസിങ് ആണ്, നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്, നല്ല സൗണ്ട്സ്, നല്ല മ്യൂസിക്കൊക്കെ ഉള്ളൊരു കിടിലൻ ട്രെയിലറാണ്. എന്തായാലും 23-ാം തീയതിയാണ്, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ റിലീസാകും. സോ അതിന് എല്ലാവിധ ഭാവങ്ങളും. ഈ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം.